പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉടമ്പടിക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ദൈവമായിട്ട് അടുക്കാനാണ് വന്നിരിക്കുന്നത്, സ്വന്തമാകാൻ, ഒന്നുകൂടി നമ്മളെ ബന്ധം ഉറപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കുക. പിശാച് ചെയ്യുന്ന തന്ത്രം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഈ സങ്കടങ്ങളും എപ്പോഴും മനസ്സിൽ നമുക്ക് കാരണം പോലും അറിയില്ല. ഇപ്പോഴത്തെ സങ്കടത്തിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. സങ്കടം വരുമ്പോൾ സംഭവിക്കുന്ന എന്താ, നമ്മളെ വിശ്വാസം നഷ്ടപ്പെടും, നമുക്ക് ആ ബോധ്യം നഷ്ടപ്പെടും ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളത്. യോഹന്നാൻ 10:10 പറയുന്നത്, അവൻ വരുന്നത്, സാത്താൻ വരുന്നത് അവൻ കക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. അപ്പോൾ നമ്മളെ കൃപ നഷ്ടപ്പെടുത്തും, സന്തോഷം നഷ്ടപ്പെടുത്തും, സമാധാനം നഷ്ടപ്പെടുത്തും. നമുക്കിപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നതിന് ഒരു വിലയുമില്ല, ഒരു പ്രയോജനവുമില്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ മതി. സന്തോഷിക്കാൻ മാത്രം ഒറ്റ കാരണമാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച പോലും ഇന്നത്തെ ദിവസം ഈ സമയം നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങളെ സങ്കടങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്ത് കാര്യത്തിനാണ് ഞാൻ സങ്കടപ്പെട്ടത്, കരഞ്ഞത് എന്ന് നമുക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ കൊല്ലം ഓർമ്മയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടത്, ഉൾക്കണ്ടയിൽ പോയതെല്ലാം ഒരു പ്രയോജനമില്ല. എന്താ നഷ്ടപ്പെട്ട? സന്തോഷവും വിശ്വാസവും നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് ഈ സമയത്ത് എനിക്ക് സന്തോഷിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പറയാൻ പറ്റും ഞാൻ സന്തോഷവാനായിരുന്നു. എൻ്റെ ദൈവം അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. സന്തോഷിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊളോസ്യർ 3:2 പരിശുദ്ധാത്മാവ് പറയുന്നത്, നിൻ്റെ ചിന്ത എപ്പോഴും സ്വർഗത്തെ നോക്കിയായിരിക്കണം. സ്വർഗത്തെ നോക്കി, ദൈവത്തെ നോക്കിയാവുമ്പോൾ നമ്മുടെ സന്തോഷം എപ്പോഴും നഷ്ടപ്പെടില്ല. അതിനെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്നതെല്ലാം നമ്മളെ പല സന്തോഷവും ഇവിടെ ഈ ലോകത്തെ ആശ്രയിച്ച് നിൽക്കുന്നതുകൊണ്ട് സങ്കടത്തിലേക്ക് മാറുന്ന ഒറ്റ കാര്യം മതി. എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ എല്ലാ പ്രശ്നത്തിനും അതൊന്നും പ്രശ്നമേ ഇല്ല, ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരില്ല, ദൈവം അറിയാതെ ഒന്നും വരില്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ ദൈവത്തെ കൊണ്ട് എല്ലാം സാധ്യമാണ്. ഞാൻ കടന്നു പോകുന്ന പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നതല്ല, അത് ദൈവത്തിന് പ്രശ്നമേ ഇല്ല. അതെന്തോ ഒരു ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നെക്കുറിച്ച്. അത് എപ്പോഴും നന്മയ്ക്കുള്ള പദ്ധതിയാണ്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകില്ല, പിന്നീട് മനസ്സിലാകും. അതെൻ്റെ നന്മയ്ക്ക് മാത്രമേ ദൈവം അനുവദിച്ചു തരൂ. ഈ ലോകത്തിനും എനിക്കും അത് സങ്കടകരമായിട്ട് തോന്നിയാലും അത് സങ്കടമില്ല. അത് എല്ലാ സങ്കടവും ദൈവം അനുവദിച്ച് തരുന്നത് ദൈവത്തെ വെളിപ്പെടുത്തി തരാനാ. എനിക്ക് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. ഈ സങ്കടം വന്നില്ലെങ്കിൽ, ഈ പ്രശ്നങ്ങളിലേക്ക് കൂടി നീ കടന്നു പോയില്ലെങ്കിൽ, നമുക്കൊരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹത്തിനെയും സംരക്ഷണത്തിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് റോമ 8:28 പറയുന്നത്, സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റുമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പേടിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കാലത്ത് നമ്മുടെ നന്മയ്ക്കായി മാറും. അപ്പോൾ 3 കാര്യം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഓർത്ത് വയ്ക്കുക. ദൈവത്തെ കൊണ്ട്, ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തേക്ക് വരില്ല, എല്ലാം എൻ്റെ ദൈവത്തെ കൊണ്ട് സാധ്യമാണ്. ഇതെല്ലാം ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളെല്ലാം ഉറപ്പായിട്ട് ജീവിക്കുന്ന ദൈവമാണ്. അതെൻ്റെ നന്മയ്ക്കായി മാറും. ഞാൻ കാത്തിരിക്കണം. ദൈവം എനിക്ക് ബോധ്യം തരുക, അനുഭവം തരുകയാണ്. എന്നെക്കാളും നിന്നെ സ്നേഹിക്കുന്നവർ ആരും തന്നെ ഇല്ല. എനിക്ക് നിന്നോട് കരുതലുണ്ട്. പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് എന്താ?
നമുക്കിത് സാത്താൻ വേറൊരു തന്ത്രവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വായന തന്നെ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ 2 പ്രാവശ്യം എടുത്ത് പറയേണ്ട ഈശോ. മത്തായി 6:12 പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ നീ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കുക. അത് 6:12 പറഞ്ഞിട്ട് 14 ആവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നീ നിൻ്റെ സഹോദരനെ ക്ഷമിച്ച ഞാൻ നിന്നെ ക്ഷമിക്കും, ഇല്ലെങ്കിൽ നിൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെടില്ല. അപ്പോൾ അതിന് പ്രാധാന്യമാണ്. 1 യോഹന്നാൻ 2:9 പറയുന്നത്, സഹോദരനെ വെറുക്കുന്നവൻ അന്ധകാരത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവാനുഭവം കിട്ടാത്തത്. നമുക്ക് തോന്നും ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ ഉടമ്പടി എടുത്ത്, ഉടമ്പടി പാലിക്കേണ്ട, കുർബാനയ്ക്ക് ദിവസം പോകുന്നുണ്ട്, കൊന്ത ചൊല്ലുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയോ ഒളിഞ്ഞിരിക്കുക നമ്മളെ വിദ്വേഷം. നമ്മൾ ബോധപൂർവം അത് ഒഴിവാക്കി കളയും. മനസ്സുകൊണ്ട് ഞാൻ ക്ഷമിച്ചല്ലോ, പക്ഷേ ക്ഷമിച്ചിട്ടൊന്നും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ അന്ധകാരത്തിലാണ്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് നല്ലൊരു ബോധ്യവും പ്രാർത്ഥനയും തന്നെ വേണം ഈ വെറുപ്പ് മാറ്റാൻ. നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആരോടാ വെറുപ്പെന്ന് ഒറ്റ വാക്കിൽ പറയും. എനിക്ക് ആരോട് വെറുപ്പില്ല. ഞാൻ എല്ലാവരെയും ക്ഷമിച്ചിട്ടുണ്ട്, ഇല്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളെ ഹൃദയത്തിൽ മുറിവ് കാണും. ആരെങ്കിലും ഒരാളെക്കുറിച്ച് മുറിവ് കാണും. അതുകൊണ്ടാണ് നമ്മൾ അന്ധകാരത്തിലാണെന്നാണ് പറയണം. നമ്മൾ പ്രകാശത്തിലേക്ക് വരണം. അത് വളരെ സിമ്പിളാണ്. ദൈവം ക്ഷമിക്കാൻ റെഡിയാണ്. അപ്പോൾ അത് ആദ്യം നമുക്കത് ഒന്ന് പരിശോധിച്ച് നോക്കണം. എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് എങ്ങനെയാണ് എനിക്ക് ഈ വിദ്വേഷം, വെറുപ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്? വെറുപ്പ് മാറ്റാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? വെറുപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ വിജയിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് കേട്ടോ. പിന്നെ എല്ലാം സ്മൂത്തായിട്ട് പോയിക്കോളും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ദൈവം കൂടെ നടക്കുന്ന കാണാൻ പറ്റും. പ്രകാശത്തിലാവുമ്പോൾ ദൈവം കൂടെ നിൽക്കുന്നത് കാണാം. അന്ധകാരത്തിലാവുമ്പോഴാണ് കാണാത്തത്. നമ്മൾ ഈ കറച്ചനും ബഹളവും മാത്രമേ ഉള്ളൂ, ഒന്നും കാണില്ല. ദൈവം അടുത്ത് വന്ന് നിന്ന് നിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് കാണാത്ത കാര്യം അത് അന്ധകാരത്തിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്ന് പോകുമ്പോൾ എല്ലാം പ്രകാശത്തിൽ പോകണം. കണ്ണിൻ്റെ അന്ധകാരം എല്ലാം മാറ്റി ദൈവത്തിൻ്റെ കൂടെ നടന്നു പോവും, അതുറപ്പ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചെറിയ 1-2 നമുക്ക് എല്ലാം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഞാൻ ഇന്ന് തൊട്ട് വെറുപ്പ് അങ്ങോട്ട് മാറ്റിയേക്കാം. യെസ്. പക്ഷേ എങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചാൽ മാറ്റി. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇപ്പം അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് നമ്മളെ സൗകര്യം അനുസരിച്ച് അവനെ കാണുമ്പോൾ ഇല്ല അവളെ കാണുമ്പോൾ തിരിച്ചങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അത് ഭർത്താവിനോട് ഇന്ന് ക്ഷമിച്ച്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ പഴയ ഓർമ്മകൾ, പിന്നെ വെറുപ്പാണ്. തീരുമാനമൊക്കെ പ്രാർത്ഥിച്ച് ഒരു ധ്യാനമൊക്കെ കൂടി പോവും. ഇന്നെല്ലാം സെറ്റിൽ ചെയ്യണം. ഇന്ന് അമ്മായിയമ്മയോടോ മരുമകളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറണം. അയൽക്കാർ എന്നോട് പ്രശ്നമുണ്ടാക്കി, എൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞ് എനിക്ക് സങ്കടമായിരുന്നു. ഇന്നെല്ലാം സംസാരിച്ച് ക്ലിയറാക്കണം. പക്ഷേ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും വിധം മാറി. അവളാദ്യം പറയട്ടെ, ഇല്ലെങ്കിൽ അവർ പറയട്ടെ. എൻ്റെ ദേഷ്യത്തിലൊരു ന്യായമുണ്ടല്ലോ. പിശാച് ഇതൊക്കെയാണ് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പിന്നെ പിശാച് തരുന്നത് നാളെയാകട്ടെ. അങ്ങനെ നാളെയാകട്ടെ നമുക്ക് ക്ലിയറാകാം, ഭർത്താവായിട്ട് ക്ലിയറാകാം, ഭാര്യയായിട്ട് ക്ലിയറാകാം എന്ന് പറഞ്ഞ് ജീവിതം അവസാനിക്കാറായി. കല്യാണം കഴിഞ്ഞ് 30-40 കൊല്ലമായിട്ടും ക്ലിയറായില്ല. നാളെ ശരിയാക്കാം, നാളെ ശരിയാവും, മറ്റന്നാളാകും. ഇതൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിശാച് ഒരു തന്ത്രത്തിൽ അവൻ കുരുക്കിയിട്ടിരിക്കുക. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ഇത് കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്.
ദിവസവും പ്രാർത്ഥിക്കേണ്ട, ഞാൻ ക്ഷമിക്കുന്ന പോലെ എന്നെയും ക്ഷമിക്കുക. അതൊരു പോയം ചൊല്ലുന്ന പോലെ ആയിപ്പോയി പ്രാർത്ഥനയൊക്കെ. സ്കൂളിലെ പാഠം ചൊല്ലുമല്ലേ പിള്ളേർ, അതുപോലെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കണം. എന്നാൽ ഉടമ്പടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം എടുക്കുന്ന സമയം തൊട്ട് ദൈവം കൂടെ നടക്കാം. ദൈവത്തിൻ്റെ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ശബ്ദമല്ലേ ഈ വചന വാക്കുകളല്ലേ. അപ്പോൾ വായിക്കുമ്പോൾ ആ കാറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടണം. ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് വെറുതെ ഈ പത്രം വായിക്കുന്ന പോലെ ആയിപ്പോവും. ബൈബിൾ വായിക്കുന്നതല്ല, കഥാപുസ്തകം വായിക്കുന്ന പോലെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാണ് ഈ വെറുപ്പ് വരുന്നത്? ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വിദ്വേഷം നമുക്ക് വരുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ വെറുപ്പ് കയറി വരുന്നത്? ദേഷ്യത്തിലിരുന്നാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദേഷ്യമാണ് വെറുപ്പായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പറയാം, നിങ്ങൾക്ക് പഠിക്കുക ഈസിയാണ്. 1 2 3 4 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയറായി. അപ്പോൾ ഓർത്ത് വയ്ക്കുക ഈസിയാണ്. അപ്പോൾ ദേഷ്യത്തിലിരുന്നാണ് ഈ വെറുപ്പ് ഉണ്ടാകുന്നത് അല്ലേ. ദേഷ്യം വന്ന് ആ ദേഷ്യം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് നിൻ്റെ ദേഷ്യം രാത്രി വരെ ഉണ്ടാകരുത്, പിശാച് അതിനെ പ്രയോജനപ്പെടുത്തുമെന്ന് പറയണത്, ബൈബിളിൽ പറയണത്. അപ്പോൾ ദേഷ്യം അപ്പം തന്നെ ദേഷ്യം കൊണ്ടാണ് വെറുപ്പ് വരുന്നത്. ദേഷ്യം എങ്ങനെയാണ് വരുന്നത്? ദേഷ്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒന്ന് ഓർത്ത് നോക്ക്. ദേഷ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആഗ്രഹത്തിന് പ്രതികൂലമായിട്ട് നമ്മൾ കാണുമ്പോൾ, ആരെങ്കിലും പ്രവർത്തിക്കുന്ന കാണുമ്പോഴോ സംഭവിക്കുന്നത് കാണുമ്പോഴോ നമുക്ക് ദേഷ്യം വരും. നമ്മൾ ആഗ്രഹിക്കും, ഭർത്താവ് ആഗ്രഹിക്കുക എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞാലും തിരിച്ച് മിണ്ടരുത്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല നിങ്ങളെ കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്ന് എന്ന് വെച്ചാൽ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഭാര്യയ്ക്കും ഭർത്താവ് വന്നിട്ട് നമ്മളെക്കുറിച്ച് അന്വേഷിക്കണം. നീ കണ്ടവാനും ക്ഷീണിച്ചല്ലോ, എന്താ ജോലി ചെയ്യുക, കൂടുതലാണോ ജോലി, നിനക്കെന്താ പ്രശ്നം? ഇത് വന്ന ഉടനെ കുറ്റം പറയുമ്പോഴത്തേക്കും കുറ്റം പറയാൻ പാടില്ലെന്നാണ് നമ്മളെ പ്രതീക്ഷ. അതിൻ്റെ പ്രതികൂലമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ദേഷ്യമായി. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് ആരും കുറ്റം പറയരുത്, പുകഴ്ത്തി തന്നെ സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവർ ശ്രദ്ധിക്കുക, അവർക്കാണ് ഈ മെസ്സേജ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവർ ഉറപ്പായിട്ട് 3 പേരെ ക്ഷമിക്കാനുണ്ട്. ആരൊക്കെ ഇപ്പോൾ കണ്ണ് മൂടിയോ അവർ ഓർത്തോ, 3 പേരെ ക്ഷമിക്കാനുണ്ട്. അത് ക്ഷമിക്കാനുള്ള ഐഡിയ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിശാച് അന്ധകാരത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തോന്നും ഞാൻ കുറേ പ്രാർത്ഥനയിലാണ്, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് വന്നല്ലോ, എന്നിട്ടിങ്ങനെ പുതുക്കും. പിന്നെ വിളിച്ചിട്ട് പറയും, കൗൺസിലിങ്ങിന് വന്നിട്ട് പറയും, ഞാൻ പുതുക്കിയിട്ട് എന്താ കാര്യം നടക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. അതിനി ദൈവത്തെ കാണണ്ടേ, അന്ധകാരത്തിൽ നടക്കുകയില്ലേ. അപ്പോൾ പലവർക്കും ക്ഷമിക്കാൻ അറിയില്ല. ക്ഷമിക്കാൻ എന്താ, ഞാൻ ക്ഷമിച്ചു, അതാണ് ക്ഷമ. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ എൻ്റെ ജോലിക്കാരുണ്ട് വീട്ടിൽ, എൻ്റെ ഓഫീസിൽ കംപ്ലീറ്റ് ചവറ് ഉണ്ടാവും. എൻ്റെ ടേബിളിൻ്റെ പുറത്തൊക്കെ ചവറ് താഴെ. അവനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ ക്ലീൻ ചെയ്ത്, പക്ഷേ ചവറ് അവിടെ തന്നെ. അപ്പോൾ അവൻ ക്ലീൻ ചെയ്യണം, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആക്കും, പക്ഷെ താഴെ ചവറ് കാണും. അപ്പോൾ നമ്മൾ ക്ഷമിച്ച്, പക്ഷേ വെറുപ്പ് ഇവിടെ തന്നെ ഉണ്ടാകും. ചവറ് അവിടെ തന്നെ ആയിരിക്കും. ക്ലീൻ ചെയ്തെന്ന് നമുക്ക് തോന്നും, അവൻ ചെയ്തിട്ടും ഉണ്ടാകും. കുമ്പസാരിക്കും, പക്ഷെ പിന്നെയും ഇവിടെ സൂക്ഷിക്കും. ചവറ് അവിടെ തന്നെയാണ്. മുകളിൽ കൂടി ഇങ്ങനെ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവനിക്ക് തോന്നണം പിന്നെ അവിടെ ചവറ് കാണരുത്. അവനെ സംബന്ധിച്ച് അവൻ ജോലി ചെയ്ത്, അവൻ ചൂലെടുത്ത് ക്ലീൻ ചെയ്ത്, പക്ഷെ ചവറ് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവിടെ മുറിവ് പാടില്ല. പിന്നെ അവരെ കാണുമ്പോൾ നമുക്ക്
സങ്കടം തോന്നരുത്, വേദന വരരുത് ഹൃദയത്തിലേക്ക്. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. ക്ഷമിച്ചത് അതാണ്. വെറുപ്പ് മാറിയെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരോടാണ് നിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്ന, മുറിവുണ്ടായിരുന്നോ, അവരെ നിങ്ങൾ പോയി പിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളോട് നിങ്ങൾക്കെതിരെ പിന്നെയും സംസാരിച്ചാലും നിങ്ങൾക്ക് മുറിവ് തോന്നിക്കരുത്, വേദന തോന്നിക്കരുത്, ദേഷ്യം വരരുത്. പ്രൈസ് ദി ലോർഡ്.